Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to my channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു one brand makeup tutorial ആണ്. ആ ഒരു ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് ആണ് and ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ് ഇത്. ഞാൻ പറയുന്നത് വേറെ ഒരു ബ്രാൻഡും അല്ല, നമ്മുടെ സ്വന്തം ബ്ലൂ ഹെവൻ ആണ്. ശരിക്കും ബ്ലൂ ഹെവൻ ബ്രാൻഡ് ഒന്നാമത്തെ കാര്യം ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇന്ത്യൻ ബ്രാൻഡിനെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഈ ബ്ലൂ ഹെവനിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ബ്ലൂ ഹെവൻ്റെ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ആൻഡ് എങ്ങനെയൊക്കെയാണ് ഇത് വർക്കൗട്ട് ആയത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്
എങ്ങനെയാണ് ഇന്നത്തെ ബ്ലൂ ഹെവൻ വെച്ചിട്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. ഇനി നമുക്ക് പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂസ് ചെയ്തത് ബ്ലൂ ഹെവന്റെ പ്രൈമറാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ യൂസ് ചെയ്ത്, കാരണം ഇന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൈമേഴ്സിൽ ഒന്നാണ്. കാരണം ഇത് നല്ല ഒരു പ്രൈമറാണ്, നല്ലതായിട്ട് നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യിപ്പിക്കും, നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ്. ഓക്കെ, അപ്പം ഇത് എനിക്ക് തീർച്ചയായിട്ടും ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്തത് ഫൗണ്ടേഷൻ ആണ്. ഇത് ഇവരുടെ ഒരു ന്യൂ ലോഞ്ച്, റീസെന്റ് ലോഞ്ച് അല്ല, എന്നാലും ഒരു 5-6 മാസം മുന്നേ ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണിത്. ഇതിൽ ഇവർ ഹൈ കവറേജ് ഫൗണ്ടേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഒരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ അല്ല. പക്ഷെ ഇതിന് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ SPF 50+ PA+++ ഉണ്ട്. അതായത് നമുക്കിത് ഡേ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊരു സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ അല്ല. ഞാൻ ഒരു കോട്ട് ഇട്ടിട്ട് എനിക്ക് രണ്ടാമത് ഇട്ടിട്ടും അത്ര ഒരു കവറേജ് കിട്ടിയില്ല. അപ്പം കവറേജിൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര മോശമാണ് ശരിക്കും. ആൻഡ് ഷെയ്ഡ് റേഞ്ചസ് ഇതിൽ ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു 3, 4, 5 മാക്സിമം ഒരു 5 ഷെയ്ഡ് ഉണ്ടോയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഐ എം നോട്ട് ഷുവർ. ആൻഡ് ഇതിൻ്റെ വേറെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫൗണ്ടേഷൻ പ്ലസ് പ്രൈമർ ആണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രൈമർ ഇടേണ്ട കാര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതൊരു BB ക്രീമിൻ്റെ അല്ലെങ്കിൽ CC ക്രീമിൻ്റെ കവറേജ് പോലും എനിക്ക് തന്നില്ല. സോ ഇത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് എനിക്കൊരു ഡെയിലി വെയറിന് ഒരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് പോകും. പക്ഷെ നല്ലൊരു പാർട്ടി മേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ ഇത് ഒട്ടും സൂട്ട് ചെയ്യില്ല. നെക്സ്റ്റ് നമ്മുടെ കോമ്പാക്റ്റ് ആയിരുന്നു. കോമ്പാക്ട് അൾട്രാ HD കോമ്പാക്ട് എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, അത്യാവശ്യം കവറേജ് തരുന്ന ഒരു കോമ്പാക്റ്റ് ആണിത്. പക്ഷെ ഇതിന്റെ ഷെയ്ഡാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അഗെയിൻ ഇതിന്റെ ഷെയ്ഡ് റേഞ്ചസ് ഭയങ്കര കുറവാണ്. സോ കോമ്പാക്ട് ഒരു നോർമൽ കോമ്പാക്റ്റ് ആണ്, എടുത്തു പറയേണ്ട വലിയ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഇനി നമ്മുടെ ഇത് ബ്ലഷ് പാലറ്റ്. ഓക്കെ, ഈ ഒരു ബ്ലഷ് പാലറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ഒരു ന്യൂട്രൽ ടോൺ കളേഴ്സ് ആണ്. പക്ഷേ പിഗ്മെന്റേഷൻ ആണെങ്കിലും വലിയ രീതിയിൽ പിഗ്മെന്റഡ് അല്ല, എന്നാൽ ഒട്ടും മോശവും അല്ല. പിന്നെ ഇതിനൊക്കെ ഒരു സെന്റ് ഉണ്ട്, ഒരു സ്മെല്ലുണ്ട്. ഫ്രേഗ്രൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാകും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഇതും ആൻഡ് ഈ ഒരു ഹൈലൈറ്റർ ഷെയ്ഡുമാണ്. ബ്രഷ് വെച്ചിട്ട് ഇടുമ്പോൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഓക്കെ, നന്നായിട്ട് അത്യാവശ്യം പിഗ്മെന്റ് കിട്ടി. ബ്ലഷ് പാലറ്റ് തിരക്കേടില്ല, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നല്ല ഒരു ബ്ലഷ് പാലറ്റ് ആണിത്. ഇനി നമ്മുടെ കൺസീലറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. കൺസീലർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കവറേജ് തരുന്ന ഒരു കൺസീലർ ആണിത്. ഇത് നമ്മുടെ പാക്കിന്റെ ടേക്ക് കവർ കൺസീലറിന്റെ സെയിം ഒരു പാക്കേജിംഗ് ഒക്കെ തന്നെയാണ്. നല്ല കൺസിസ്റ്റൻസിയാണ്, നല്ല കവറേജ് ആണ്. ബ്ലൂ ഹെവന്റെ കൺസീലർ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് വാങ്ങിക്കാം. ഷെയ്ഡ് നിങ്ങൾ നോക്കിയാൽ മതി. എനിക്കൊന്ന് ഷെയ്ഡ് റേഞ്ചസ് എനിക്ക് ശരിക്കും ഓർക്കണില്ല, അത്യാവശ്യം 6-7 ഷെയ്ഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അടുത്തത് മസ്കാര ഒന്നും പറയാനില്ല, നല്ല മസ്കാരയാണ്. മസ്കാരയിൽ ഇവർക്ക് ഒരുപാട് ശരിക്കും വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു വാക്ക് ഫ്രീ വാട്ടർ പ്രൂഫ് ലോങ് ലാഷ് മസ്കാരയാണ്, സ്മജ് പ്രൂഫ് ആയിട്ടുള്ളത്. മസ്കാര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു വോള്യൂം തരുന്നുണ്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്. ഫേക്ക് ലാഷസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസ്കാരയാണ്. സോ മസ്കാര എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ഐഷാഡോ പാലറ്റ് ആണ്. വൈബ്രന്റ് ഐഷാഡോ പാലറ്റ്. ഐഷാഡോസിൽ ഇവർക്ക് കുറെ വെറൈറ്റീസ് ഉണ്ട്, കുറെ റേഞ്ചസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ 06 ആണ് ചൂസ് ചെയ്തേക്കുന്നത്. പൗഡറി ആയിട്ട് ഉള്ള ഒരു ഐഷാഡോ പാലറ്റ് ആണിത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. സെക്കൻഡ്, ഇതിന്റെ പിഗ്മെന്റേഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ശരിക്കും ലെസ് പിഗ്മെന്റേഷൻ ഉള്ളതാണ് നല്ലത്. കാരണം ഒറ്റയടിക്ക് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് അത് ഭയങ്കര മോശമായി പോകും നമ്മുടെ ഐ ലുക്ക് ചെയ്യുമ്പോൾ. ലെസ് പിഗ്മെന്റേഷൻ അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ നല്ല പൗഡറി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്, അതാണ് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാതിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് കോൺടോർ ചെയ്തത്. അപ്പോൾ കോൺടോർ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ബ്ലൂ ഷെയ്ഡും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ്. ബ്രഷിൽ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് എന്താ പറയുക, കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇങ്ങനെ നന്നായിട്ട്
പൗഡറി ആവുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇത് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്ത് ഈ ഒരു ലിക്വിഡ് ഐ ഷാഡോന് ബ്ലൂ ഹെവൻ്റെ. ഇതൊന്നും പറയാനില്ല, എനിക്ക് 100% ഞാൻ ഷുവർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഒരു അടിപൊളി അടിപൊളി അടിപൊളി. എനിക്ക് ഇത് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. ഇത് നമ്മുടെ കയ്യിലുള്ളത് ലിപ്സ്റ്റിക് ആണ്. രണ്ടും നല്ല സൂപ്പർബ് ഷെയ്ഡ് ആണ്. ഒരു മോവി ഷെയ്ഡും ഒരു ചോക്ലേറ്റി ന്യൂഡ് ഷെയ്ഡും ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഇതാ ഇതിൻ്റെ വേറൊരു റേഞ്ചും ഉണ്ട്. അതിൻ്റെ ഒരു റെഡ് ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്കിന് റെഡ് ഷെയ്ഡ് പോയില്ല എന്ന് വെച്ചിട്ട് ഞാൻ അത് എടുത്തേക്കുന്നത്. പക്ഷെ അത് നല്ലൊരു നോൺ ട്രാൻസ്ഫർ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇത് ഒബ്വിയസ്ലി ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. നന്നായിട്ട് തന്നെ ട്രാൻസ്ഫർ ആവും. ഒരു ക്രീമി ടെക്സ്ചറാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പം ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല. ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് നോർമൽ ഒരു ക്രീമി ബുള്ളറ്റ് ലിപ്സ്റ്റിക് എത്ര ലാസ്റ്റ് ചെയ്യും അത്രയും തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ലാസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ മേക്കപ്പ് ഫിക്സർ ആണ്. അഫോർഡബിൾ റേറ്റിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ട് ഉള്ള ഒരു മേക്കപ്പ് ഫിക്സർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ഫിക്സർ കണ്ണടച്ചിട്ട് എടുക്കാവുന്നതാണ്. നല്ല ഒരു മേക്കപ്പ് ഫിക്സർ ആണ്. ലൈക്ക് നല്ലൊരു ഫിനിഷിങ് തരും ശരിക്കും ഈ ഒരു ഫിക്സർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് നമുക്ക് നമ്മുടെ ഒബ്വിയസ്ലി ബ്ലൂ ഹെവൻ്റെ കാജൽ നമ്മൾ യൂസ് ചെയ്തായിരുന്നു, ഗ്രീൻ കളർ. ഒന്നും പറയാനില്ല, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. നോർമൽ ഒരു ബ്ലൂ ഹെവൻ്റെ കാജൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട്. അത് അത്ര വലിയ എടുത്തു പറയേണ്ട കാര്യമില്ല, എന്നാൽ ഒട്ടും മോശമല്ല. നല്ല ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഉള്ളത്. ടൈം പാർട്ടി വെഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് തീർച്ചയായിട്ടും ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ്. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് താങ്ക് യു. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.